ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. നെടുംപറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പിൽ ആന്റോ ആന്റണി എംപിക്കെതിരെ ED അന്വേഷണം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകും. സ്ഥാപന ഉടമ NM രാജു 2 കോടി രൂപ നൽകിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. ആന്റോ ആന്റണിക്ക് ലഭിച്ചത് തട്ടിപ്പ് പണമാണെന്ന വിലയിരുത്തലിലാണ് ED. കേസിൽ NM രാജുവിന്റെയും കുടുംബത്തിന്റെയും 44 കോടി 50 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ ED മരവിപ്പിച്ചിട്ടുണ്ട്. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ശരൺ. ആന്റോ ആന്റണി കൂടുതൽ കുരുക്കിലേക്ക് പോവുകയാണോ? ഈ കേസിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പുറത്തു വന്നതിന് ശേഷം UDF ഉയർത്തിയ വലിയ പ്രതിരോധങ്ങൾ ഓരോന്നായിട്ട് പൊളിയുന്ന കാഴ്ച. അടൂർ പ്രകാശിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നൊരു വാർത്ത വരുന്നു SITയിൽ നിന്ന്. ഇപ്പോൾ ഇതാ ആ കേസുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും നെടുംപറമ്പിൽ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ ഇടപാടുകൾ ദുരൂഹമായി തുടരുന്നു. തന്ത്രി 2 കോടി നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വന്നിരുന്നു. എന്നാൽ അത് രാജു നിഷേധിച്ചെങ്കിലും ആ സ്ഥാപനത്തിൽ നിന്ന് ഏകദേശം ആ സമയത്ത് 2 കോടി രൂപ ആന്റോ ആന്റണി പിൻവലിച്ചിട്ടുണ്ട് എന്ന ഗുരുതരമായ വെളിപ്പെടുത്തൽ രാജു ഇന്നലെ നടത്തി. അത് ആന്റോ ആന്റണി സമ്മതിക്കുന്നു. തിരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഈ പണം വാങ്ങിയതെന്ന് പറയുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് സമയത്ത് സംഭാവനയായി സ്വീകരിക്കാൻ കഴിയുന്നത് നേരിട്ട് 20,000 രൂപ മാത്രമാണെന്നിരിക്കെ 2 കോടി രൂപ എങ്ങനെ ആന്റോ ആന്റണി സ്വീകരിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. അത് വലിയ രീതിയിൽ കുരുക്കായിട്ട് മാറുമോ ആന്റോ ആന്റണിക്ക്? ശരൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും നെടുംപറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പ് അത് വലിയ തട്ടിപ്പാണ്. അതുമായി ബന്ധപ്പെട്ട് ആന്റോ ആന്റണി എംപിക്ക് കുരുക്ക് മുറുകുന്നു എന്നുള്ളത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട റെയ്ഡ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നതാണ്. അതിനിടയിൽ തന്നെയാണ് ആന്റോ ആന്റണി എംപിക്ക് ഇത്തരത്തിൽ 2 കോടി രൂപ ലഭിച്ചിരുന്നു എന്നുള്ള വിവരം ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തുടർ നടപടികളിലേക്ക് പോകാൻ ED തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ NM രാജു, അതായത് ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയ ഉടമയായ NM രാജുവിന്റെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം ആന്റോ ആന്റണി എംപിക്ക് നോട്ടീസ് നൽകാനുള്ള നീക്കത്തിൽ കൂടിയാണ് ED ഉള്ളത്. നമുക്കറിയാം ഈ നെടുംപറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് തട്ടിപ്പ് അത് നേരത്തെ തന്നെ വലിയ രീതിയിൽ കോടികളുടെ തട്ടിപ്പാണ്. വലിയ നിക്ഷേപമാണ് സ്വീകരിച്ചിരുന്നത്. ലാഭം വാഗ്ദാനം ചെയ്താണ് നിക്ഷേപം സ്വീകരിക്കുകയും പിന്നീട് പണം തിരികെ നൽകാതെയാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. തുടക്കത്തിൽ പോലീസ് 3 സ്റ്റേഷനുകളിലായിട്ട് FIR രജിസ്റ്റർ ചെയ്യുന്നു. അതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നു. അതിന് പിന്നാലെയാണ് NM രാജു അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തിരുന്നത്. തുടർച്ചയായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്ക് കടന്നിരുന്നത്. 2024 ഇതുമായി ബന്ധപ്പെട്ട ECIR അവർ രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം NM രാജുവിന്റെ വീട്ടിലും സ്ഥാപനത്തിലും ചെന്നൈയിലും അടക്കം റെയ്ഡുകൾ നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ റെയ്ഡുകൾ നടത്തിയതിലൂടെ ഡിജിറ്റൽ ഉപകരണങ്ങളും രേഖകളും പിടിച്ചെടുക്കുകയും ഒപ്പം തന്നെ ഉടമകളുടെ പേരിലുള്ള 44.5 കോടിയുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. ഇതിനിടയിൽ കൂടിയാണ് വളരെ പ്രധാനപ്പെട്ട വിവരം, അതായത് ആന്റോ ആന്റണിക്ക് 2 കോടി രൂപ NM രാജു കൈമാറിയെന്നുള്ള വിവരം ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആന്റോ ആന്റണി എംപിയെ ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വലിയ രീതിയിലുള്ള വാദപ്രതിവാദം ഇരുവരും തമ്മിൽ നടക്കുന്ന സാഹചര്യമാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് NM രാജുവിന്റെ ആ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ ആന്റോ ആന്റണി എംപി സമ്മതിക്കുന്നുണ്ട്, തനിക്ക് ഇത്തരത്തിൽ 2 കോടി രൂപ കിട്ടിയെന്ന് സമ്മതിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള സംഭാവനകളൊക്കെ തന്നെ തനിക്ക് ലഭിക്കാറുണ്ട്. 2019 അത്തരത്തിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് തിരികെ നൽകിയിട്ടുണ്ടെന്നുള്ളൊരു മറുപടി കൂടിയാണ് ആന്റോ ആന്റണി എംപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇതിൽ കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് മുന്നോട്ട് പോകാനാണ് ED ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ പണം ആന്റോ ആന്റണി എംപിക്ക് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പ് പണമായിട്ട് കണക്കാക്കേണ്ടി വരും. അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്, കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിച്ച പണമായി കണക്കാക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് NM രാജുവിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ആന്റോ ആന്റണിയുടെ ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങാൻ ED തീരുമാനിച്ചിരിക്കുന്നത്.